നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മൂന്നാർ ദേവികുളത്ത് വീട്ടുമുറ്റത്ത് അതിഥിയായി നീലക്കുറിഞ്ഞി വിരുന്നെത്തി. ബൈസൺ വാലി ടീ കമ്പനിക്ക് സമീപമുള്ള പാലത്തിന്റെ തകർന്ന കൈവരികൾ പുനർനിർമ്മിക്കണമെന്ന ആവശ്യം. ടീ കമ്പനി മൃഗാശുപത്രിക്ക് സമീപമുള്ള പാലത്തിന്റെ കൈവരികളാണ് തകർന്ന നിലയിലുള്ളത്. മറയൂർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ റോഡരികിൽ യാത്രക്കാരിൽ ഭീതിയുണർത്തി ഒറ്റയാന്റെ സാന്നിധ്യം പതിവായി. റോഡിലിറങ്ങുന്ന കാട്ടാന പലപ്പോഴും വാഹനയാത്രികർക്ക് നേരെ പരാക്രമം കാണിക്കുന്നു. മനസ്സമ്മത ചടങ്ങിനിടെ വധുവിന്റെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളും പണവും മോഷണം പോയതായി പരാതി. വിശദമായ വാർത്തകളിലേക്ക്. മൂന്നാർ ദേവികുളത്ത് വീട്ടുമുറ്റത്ത് അതിഥിയായി നീലക്കുറിഞ്ഞി വിരുന്നെത്തി. ദേവികുളം സ്വദേശി ജോർജിന്റെ വീട്ടിലെ ചെടിയിലാണ് പൂക്കൾ വിരിഞ്ഞത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ചെടി മുഴുവൻ പൂക്കൾ വിരിയുമെന്ന പ്രതീക്ഷയിൽ വീട്ടുകാർ. കഴിഞ്ഞ 5-ാം തീയതിയാണ് ജോർജ് വീട്ടുമുറ്റത്ത് പരിപാലിക്കുന്ന നീലക്കുറിഞ്ഞി ചെടിയിൽ പൂക്കൾ വിരിഞ്ഞു തുടങ്ങിയത്. നിലവിൽ നിരവധി പൂക്കളുണ്ട്. ഒക്ടോബർ ആദ്യവാരത്തോടെ ചെടി നിറയെ പൂക്കൾ വിരിയും. ഇത് 2014 ഒരു പ്രാവശ്യം പൂത്തതാണ്. അന്ന് ചെറിയ ചെടിയായിരുന്നേ. ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു 5-8 വർഷമായിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഇപ്പോഴാണ് പൂക്കുന്നത്. കഴിഞ്ഞ 5-ാം തീയതി പൂത്തതാണ്. ഇനി ഒക്ടോബർ ആകുമ്പോൾ ഇത് ഫുള്ളായിട്ട് പൂക്കുമെന്ന് പ്രതീക്ഷിക്കണം. 2018 മൂന്നാറിൽ നീലക്കുറിഞ്ഞി വ്യാപകമായി പൂവിട്ടത്. എന്നാൽ പ്രളയകാലം കാഴ്ചകളെ നഷ്ടപ്പെടുത്തി. പിന്നീട് വിവിധ വർഷങ്ങളിൽ പല സ്ഥലങ്ങളിലായി പൂക്കൾ വിരിഞ്ഞിരുന്നു. സിറ്റി വിഷൻ, മൂന്നാർ. ബൈസൺ വാലി ടീ കമ്പനിക്ക് സമീപമുള്ള പാലത്തിന്റെ തകർന്ന കൈവരികൾ പുനർനിർമ്മിക്കണമെന്ന ആവശ്യം. ടീ കമ്പനി മൃഗാശുപത്രിക്ക് സമീപമുള്ള പാലത്തിന്റെ കൈവരികളാണ് തകർന്ന നിലയിലുള്ളത്. ഇടയ്ക്കിടെ വാഹനാപകടങ്ങൾ ഉണ്ടാകുന്ന പ്രദേശം കൂടിയാണിവിടം. അപകട സാധ്യത കുറയ്ക്കാൻ പ്രദേശത്ത് കൂടുതൽ അപകട മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഒരുക്കണമെന്നും ആവശ്യമുണ്ട്. നാളുകൾക്ക് മുമ്പുണ്ടായ വാഹനാപകടത്തിലായിരുന്നു ബൈസൺ വാലി ടീ കമ്പനി മൃഗാശുപത്രിക്ക് സമീപമുള്ള പാലത്തിന്റെ കൈവരികൾ തകർന്നത്. നാളുകളേറെ പിന്നിട്ടിട്ടും തകർന്ന കൈവരികൾ പുനർനിർമ്മിക്കാൻ നടപടി ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് കൈവരികൾ പുനർനിർമ്മിച്ച് സുരക്ഷയൊരുക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. ബൈസൺ വാലി മൃഗാശുപത്രിക്ക് സമീപമുള്ള ഈ പാലം തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് ഇത് പുനർനിർമ്മാണം ചെയ്യാത്തതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇവിടെ ദൈനംദിനമായി നടന്നുകൊണ്ടിരിക്കുന്ന 2-3 അപകടങ്ങൾ ഇപ്പം നിലവിൽ നടന്നിരിക്കുകയാണ്. ഈ സാഹചര്യങ്ങൾ ഒഴിവാക്കണം. ഇതിനാവശ്യമായത് എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് നടപടികൾ സ്വീകരിക്കണം. പാലം തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 1.5 വർഷത്തിലേറെ ആയിരിക്കുകയാണ്. ഇതിന് ശാശ്വതമാണ് കാണണം. ഇടയ്ക്കിടെ വാഹനാപകടങ്ങൾ ഉണ്ടാകുന്ന പ്രദേശം കൂടിയാണ് ഇവിടം. തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാര സംഘം സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടതാണ് ഒടുവിലത്തെ സംഭവം. റോഡ് നവീകരണം കഴിഞ്ഞതോടെ വാഹനങ്ങൾ പലപ്പോഴും വലിയ വേഗതയിലാണ് ഇതുവഴി കടന്നു പോകുന്നത്. അപകട സാധ്യത കുറയ്ക്കാൻ പ്രദേശത്ത് കൂടുതൽ അപകട മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഒരുക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. സിറ്റി വിഷൻ, അടിമാലി. മറയൂർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ റോഡരികിൽ യാത്രക്കാരിൽ ഭീതിയുണർത്തി ഒറ്റയാന്റെ സാന്നിധ്യം പതിവായി. റോഡിലിറങ്ങുന്ന കാട്ടാന പലപ്പോഴും വാഹനയാത്രികർക്ക് നേരെ പരാക്രമണം നടത്തുന്ന സാഹചര്യമുണ്ട്. ഇതുവഴി യാത്ര ചെയ്യുന്നവർ വാഹനങ്ങളുടെ വേഗം കുറച്ച് ശ്രദ്ധിച്ചു പോകണമെന്ന വനംവകുപ്പ് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചയായി മറയൂർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ രാത്രിയും പകലും മണിക്കൂറുകളുടെ ഇടവേളയിൽ ഒറ്റയാൻ റോഡിലേക്ക് ഇറങ്ങുന്നതായി യാത്രക്കാർ പറയുന്നു. ഈ മേഖലയിൽ വാഹനം ഓടിച്ച് അത്ര പരിചയമില്ലാത്ത വിനോദസഞ്ചാരികൾ അപ്രതീക്ഷിതമായി കൊമ്പന്റെ മുമ്പിൽ പെടുമ്പോൾ ഭയന്ന വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നത് അപകടത്തിന് കാരണമാകുന്നുണ്ട്. പലപ്പോഴും ഒറ്റയാൻ വാഹനത്തിനു നേരെ പാഞ്ഞെടുക്കുന്നതായും ഇവർ പറയുന്നു. കഴിഞ്ഞ ദിവസം റോഡരികിൽ നിന്ന് സെൽഫി എടുത്തിരുന്ന വിനോദസഞ്ചാരികൾക്കടുത്തേക്ക് അപ്രതീക്ഷിതമായാണ് കൊമ്പൻ എത്തിയത്. ഒരു യുവാവ് തലനാരിഴയ്ക്കാണ് ആനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇതുവഴി യാത്ര ചെയ്യുന്നവർ വാഹനങ്ങളുടെ വേഗം കുറച്ച് ശ്രദ്ധിച്ചു പോകണമെന്ന വനംവകുപ്പ് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. സിറ്റി വിഷൻ,
മൂന്നാർ. മനസ്സമ്മത ചടങ്ങിനിടെ വധുവിന്റെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളും പണവും മോഷണം പോയതായി പരാതി. മൂന്നാറിലാണ് സംഭവം നടന്നത്. സംഭവത്തിൽ ബന്ധുക്കൾ മൂന്നാർ പോലീസിൽ പരാതി നൽകി. മൂന്നാർ നല്ലതണ്ണി സ്വദേശി മുനിയാണ്ടിയാണ് മനസ്സമ്മത ചടങ്ങിനിടെ വധുവിന്റെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളും പണവും മോഷണം പോയതായി കാണിച്ച് മൂന്നാർ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പഴയ മൂന്നാറിലെ സ്വകാര്യ ക്ലബ്ബിൽ വെച്ചായിരുന്നു മനസ്സമ്മത ചടങ്ങ് നടന്നത്. മകളുടെ പക്കലുണ്ടായിരുന്ന ബാഗിൽ 1 പവൻ വീതം തൂക്കമുള്ള 6 വളകളും 1 ലക്ഷത്തിലധികം രൂപയും ഉണ്ടായിരുന്നു. ചടങ്ങ് ആരംഭിക്കുന്നതിന് മുമ്പ് വളകൾ ധരിക്കാനായി എടുക്കുന്നതിനിടയിലാണ് 2 വളകളും 500 നോട്ടുകളിൽ നിന്ന് 54 എണ്ണവും നഷ്ടപ്പെട്ട കാര്യം തിരിച്ചറിയുന്നത്. ഉടൻ ബന്ധുക്കൾ മുറിയിൽ പരിശോധന നടത്തിയെങ്കിലും ഇവ കണ്ടെത്താനായില്ല. ചടങ്ങിന് ശേഷം മുനിയാണ്ടി മൂന്നാർ പോലീസിൽ പരാതി നൽകി. കേസെടുത്ത പോലീസ് നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് അന്വേഷണം ഊർജിതമാക്കി. സിറ്റി വിഷൻ, മൂന്നാർ. കല്ലാർപ്പുഴയിലെ ചതുപ്പിൽ അകപ്പെട്ട പശുവിനെ രക്ഷപ്പെടുത്തിയ അഗ്നിരക്ഷാ വിഭാഗം ജീവനക്കാർ 1 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പശുവിനെ രക്ഷിക്കാനായത്. സമീപവാസിയായ വീട്ടമ്മയുടെ ഉടമസ്ഥതയിലുള്ള പശുവാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്നുച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് സംഭവം നടന്നത്. കല്ലാർ കാരിപ്പുഴയിൽ ശോഭന തന്റെ പശുവിനെ മേയ്ക്കുവാനായി പുഴയോരത്ത് വിടുകയായിരുന്നു. ഇതിനിടയിൽ പശു പുഴയിലെ ചതുപ്പിൽ താഴ്ന്നു. സമീപത്തുള്ള KCB ഉദ്യോഗസ്ഥരാണ് ചതുപ്പിൽ താഴ്ന്ന നിലയിൽ പശുവിനെ കണ്ടതും പിന്നീട് നെടുങ്കണ്ടം ഫയർഫോഴ്സിൽ വിവരമറിയിച്ചതും. 1 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് പശുവിനെ കരയ്ക്കെത്തിച്ചത്. പശു വെള്ളത്തിൽ പോയതായിട്ടും കാല് കുടുങ്ങി ചെളിക്കകത്ത് താന്നുപോയ അവസ്ഥയിലായിരുന്നു. അത് നമ്മുടെ ഹോസ്, പഴയ ഈ ഹോസ് ഉപയോഗിച്ച് പശുവിനെ 2 ഹോസ് ഉപയോഗിച്ച് KCBയുടെ നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി, നാട്ടുകാരെന്ന് പറയാനല്ല, KCB ഉദ്യോഗസ്ഥർ പശുവിനെ പുറത്തെടുത്തു. പശുവിന് പരിക്കുകളൊന്നുമില്ല. എൻ്റെ പശു ഇവിടെ കല്ലാർ ആറ്റിൽ വെള്ളത്തിൽ വീണായിരുന്നു. അതിനുവേണ്ടി കല്ലാർ KCBയിലെ ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ നെടുങ്കണ്ടം ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥർ വളരെ ആത്മാർത്ഥമായിട്ട് വളരെ നേരം കഷ്ടപ്പെട്ട് അതിൻ്റെ ഫലമായിട്ട് എൻ്റെ പശുവിനെ രക്ഷപ്പെടുത്താൻ പറ്റി. അവർക്ക് 2 പേർക്കുള്ള ഉദ്യോഗസ്ഥന്മാർക്കുള്ള എൻ്റെ പേരിലുള്ള വളരെ നന്ദി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. 1 മണിക്കൂറോളം ചതുപ്പിലകപ്പെട്ട് കിടന്ന പശുവിന്റെ ശരീരം മരവിച്ചിരുന്നെങ്കിലും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ല. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. അക്ഷരമുറ്റം ടാലന്റ് ഫെസ്റ്റ് സ്കൂൾ തല മത്സരങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം കൂട്ടാർ SNLP സ്കൂളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ദേശാഭിമാനി അക്ഷരമുറ്റം ടാലന്റ് ഫെസ്റ്റ് സീസൺ 14 സ്കൂൾ തല മത്സരങ്ങൾക്കാണ് തുടക്കമായത്. 7 സബ് ജില്ലകളിൽ നിന്നായി 500-ലേറെ സ്കൂളുകളിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് പരിപാടിയുടെ ഭാഗമാകുന്നത്. കൂട്ടാർ SNLP സ്കൂളിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ പ്രധാന അധ്യാപിക അനില S. മോഹൻ സ്വാഗതവും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ പരിപാടി ഉദ്ഘാടനവും ചെയ്തു. ഉടുമ്പൻചോല താലൂക്ക് വികസന സമിതി അംഗം VC അനിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ദേശാഭിമാനി ബ്യൂറോ ചീഫ് KT രാജീവ് പദ്ധതി വിശദീകരിച്ച് സംസാരിച്ചു. പുതുമകൾ നിറഞ്ഞ അറിവിന്റെ പുതിയ തലങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടെത്തിക്കുന്നതിൽ, അതോടൊപ്പം തന്നെ അവർക്കൊരു മത്സരാധിഷ്ഠിതമായി ഈ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അവരെ കൂടുതൽ അറിവിന്റെ മേഖലയിലേക്ക് നയിക്കത്തക്ക രീതിയിലാണ് ദേശാഭിമാനി ഈ പരിപാടി സംഘടിപ്പിച്ചത്. KSTA സംസ്ഥാന കമ്മിറ്റി അംഗം KR ഷാജിമോൻ, PTA പ്രസിഡന്റ് ജെറിൻ കല്ലേപ്പറമ്പിൽ, അക്ഷരമുറ്റം ജില്ലാ കോർഡിനേറ്റർ MP ശിവപ്രസാദ് എന്നിവർ സംസാരിച്ചു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഇടവേള. ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി രാമക്കൽമേട്ടിനും കാറ്റാടിപ്പാടത്തിനും ഇടയിലുള്ള തൂക്കുപാലത്ത് സ്ഥിതി ചെയ്യുന്ന സാൻവിക ഇന്നിലാണ്. സാൻവിക ഇന്നിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരേ സമയം 1000-ൽ പരം ആളുകളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഈ ഒരു ഓഡിറ്റോറിയം ആണ്. നമുക്കൊരു ഗ്രൂപ്പ് ഇവന്റോ ഡെസ്റ്റിനേഷൻ മാരേജ് ഫംഗ്ഷനോ ഒക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഹാള് അതിന് പറ്റിയ ഒരു ഓപ്ഷൻ ആയിരിക്കും. ഇനി പേഴ്സണൽ ഫംഗ്ഷൻസ് ഒക്കെ മാറ്റി പ്രൊഫഷണൽ ഓർ ഒഫീഷ്യൽ പ്രോഗ്രാംസിനായിട്ടൊരു പ്ലേസ് ആണ് നോക്കുന്നതെങ്കിൽ ലൈക്ക് ബോർഡ് മീറ്റിംഗ്, ആനുവൽ മീറ്റിംഗ്, പ്രസന്റേഷൻ, ഇതൊക്കെ നടത്താൻ പറ്റിയ വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഈ കാണുന്ന ഒരു മീറ്റിംഗ് റൂമും സാൻവിക്കയിലുണ്ട്. ഇനി സ്റ്റേക്കേഷൻ നോക്കുന്നവർക്കാണെങ്കിൽ റൂംസിന്റെ കാര്യത്തിലും ഒരു ടെൻഷനും വേണ്ട കേട്ടോ. ഡിഫറെന്റ് കാറ്റഗറി ഓഫ് റൂംസ് സാൻവിക്കയിൽ അവൈലബിൾ ആണ്. ഡീലക്സ് റൂം ആണെങ്കിലും ഹണിമൂൺ കപ്പിൾസിന് സ്പെഷ്യൽ റൂം, ഇനി അതല്ല ഒരു ഫാമിലിക്ക് ആയിട്ടാണെങ്കിൽ നല്ല ജാക്കൂസിയും നല്ല വ്യൂ വരുന്ന ബാൽക്കണിയും ഒക്കെയുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള സ്യൂട്ട് റൂമും സാൻവിക്കയിലുണ്ട്. ഇനി എന്റർടൈൻമെന്റ് ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും നോ കോംപ്രമൈസ്. യെസ്, ഇൻ ഹൗസ് സൂംബ ട്രെയിനിങ്, റെസ്റ്റോറന്റ്, പൂൾ, ക്യാമ്പ് ഫയർ, സൈറ്റ്
സീയിങ് തുടങ്ങിയ എല്ലാ എന്റർടൈൻമെന്റ്സും സാൻവിക നമുക്കായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൽ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഒരു ഡെസ്റ്റിനേഷൻ ഇവന്റ് സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിന് പറ്റിയ ഒരു ഇടമാണ് ഇടുക്കിയുടെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന സാൻവിക ഇൻ. അപ്പൊ എങ്ങനെ അടുത്ത ട്രിപ്പ് സാൻവികയിലോട്ട് പ്ലാൻ ചെയ്യല്ലേ? ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലവും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. അഖില കേരള വിശ്വകർമ്മ മഹാസഭ രാജാക്കാട് താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ ഋഷി പഞ്ചമിയും വിശ്വകർമ്മ ദിനാചരണവും നടത്തി. KVYS സംസ്ഥാന സെക്രട്ടറി TR ഓജസ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അഖില കേരള വിശ്വകർമ്മ മഹാസഭ രാജാക്കാട് താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ ഋഷി പഞ്ചമിയും വിശ്വകർമ്മ ദിനാചരണവും നടത്തി. ദിനാചരണത്തിന്റെ ഭാഗമായി മഹാശോഭയാത്രയും പൊതുസമ്മേളനവും നടത്തി. രാവിലെ സമ്മേളന ഹാളിന് മുൻപിൽ പ്രസിഡന്റ് PK മോഹനൻ പതാക ഉയർത്തി. തുടർന്ന് വൈസ്മെൻസ് ഹാൾ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച മഹാശോഭയാത്ര ടൗൺ ചുറ്റി സമ്മേളന നഗരിയായ വൈസ്മെൻ സ്ക്വയറിൽ സമാപിച്ചു. ശോഭയാത്ര സമാപിച്ചതിനെ തുടർന്ന് നടന്ന പൊതുസമ്മേളനം KVYS സംസ്ഥാന സെക്രട്ടറി TR ഓജസ് ഉദ്ഘാടനം ചെയ്തു. ഏതാണ്ട് 7000 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. ഭാരതീയ സംസ്കാരം സമം വിശ്വകർമ്മ സംസ്കാരം എന്നേ പറയാൻ പാടുള്ളൂ. കാരണം നമ്മൾ സാംസ്കാരികമായിട്ട് ഈ ലോകത്തിൽ വീക്ഷിക്കുന്നത് അത്രയും വിശ്വകർമ്മ നിർമ്മിതികളാണ്. യൂണിയൻ പ്രസിഡന്റ് PK മോഹനന്റെ നേതൃത്വത്തിൽ നടന്ന പൊതുസമ്മേളനത്തിൽ സനാതനധർമ്മം എന്ന വിഷയത്തിൽ കൊല്ലം അനൂപ തപസ്യ ക്ലാസ് നയിച്ചു. ബോർഡ് മെമ്പർ NB തങ്കപ്പൻ, ജില്ലാ കമ്മിറ്റി അംഗം KG ജയദേവൻ, NC ശിവൻകുട്ടി, സുമ തങ്കപ്പൻ, സുമ രംഗൻ, ബിന്ദു രാജേഷ്, VN മോഹൻ, ബിജു വാഴാട്ട, MB സജി, സെക്രട്ടറി അനൂപ് രവീന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി NK സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ ആദരിച്ചു. വിവിധ കലാപരിപാടികളും നടന്നു. സിറ്റി വിഷൻ, രാജാക്കാട്.
രാജക്കാടിന്റെ മണ്ണിൽ മികച്ച വിദ്യാഭ്യാസം നൽകുന്ന ക്രിസ്തുജ്യോതി പബ്ലിക് സ്കൂളിൽ PR@25 മെഗാ ഈവന്റ് ക്രിസ്തുജ്യോതി സ്കൂളിന്റെ സിൽവർ ജൂബിലി ഉദ്ഘാടനത്തിനും തുടക്കം കുറിച്ചു. പ്രശസ്ത എഴുത്തുകാരനും അവതാരകനുമായ ജോസഫ് അന്നംകുട്ടി മുഖ്യാതിഥിയായിരുന്നു. സ്കൂൾ മാനേജർ സിസ്റ്റർ ടെസ്ലിൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഷെറിൻ സ്വാഗതം ആശംസിച്ചു. തുടർന്ന് കുട്ടികൾക്ക് ജോസഫ് അന്നംകുട്ടി ജോസ് മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു. ചടങ്ങിൽ വിദ്യാഭ്യാസ ബിസിനസ് മേഖലകളിലെ പ്രമുഖരായ ലിജു PR, P. കൃഷ്ണദാസ്, സിനേഷ്, ഫാദർ മാത്യു കരോട്ടുകൊച്ചിറക്കൽ, ഫാദർ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായിരുന്നു. PTA പ്രസിഡന്റ് സിബി കൊച്ചുവെള്ളാട്ട് ഉൾപ്പെടെയുള്ളവർ ആശംസകൾ അറിയിച്ചു. തുടർന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നൊരുക്കിയ ജോസഫിന്റെ വരച്ച ചിത്രങ്ങളടങ്ങിയ കുഞ്ഞു ബുക്കും ജോസഫ് അന്നംകുട്ടി ജോസിന് നൽകി. തുടർന്ന് കുട്ടികളുടെ മനോഹരമായ നൃത്തനൃത്യങ്ങൾ അരങ്ങേറി. മെഗാ ടാൽക്ക് ഷോ, ഇന്റർ സ്കൂൾ ക്വിസ് മത്സരങ്ങളും നടന്നു. ക്വിസ് മത്സരത്തിൽ ക്രിസ്തുജ്യോതി സ്കൂൾ വിദ്യാർത്ഥികളായ നോയൽ നോബിൾ, ഫെമി മരിയ പ്രവീൺ എന്നിവർ 1ാം സ്ഥാനവും മെഗാ ടോക്ക് ഷോയിൽ ക്രിസ്തുജ്യോതി സ്കൂളിലെ കുമാരി മേരി ടോണി 3ാം സമ്മാനവും കരസ്ഥമാക്കി. സിറ്റി വിഷൻ, രാജാക്കാട്. രാമക്കൽമേട് സേക്രഡ് ഹാർട്ട് ഹൈസ്കൂളിൽ ഈ വർഷത്തെ സ്പോർട്സ് ഡേ നടന്നു. ഗെറ്റ് സെറ്റ് ഗോ എന്ന പേരിൽ സംഘടിപ്പിച്ച കായിക മാമാങ്കത്തിൽ മികച്ച പ്രകടനമാണ് വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചത്. കരുണാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിൻസി വാവച്ചൻ സ്പോർട്സ് ഡേ ഉദ്ഘാടനം ചെയ്തു. വിവിധ ഹൗസുകളുടെ നേതൃത്വത്തിലാണ് സ്കൂൾ കായികമേള സംഘടിപ്പിച്ചത്. കരുണാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കായിക താരങ്ങൾക്ക് ദീപശിഖ കൈമാറിക്കൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിശിഷ്ടാതിഥിയും ഉദ്ഘാടകയുമായ പഞ്ചായത്ത് പ്രസിഡന്റ് നൽകുകയും ആയുഷ് സിജു ദീപശിഖ ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന. തുടർന്ന് നടത്തിയ മാർച്ച് പാസ്റ്റ് ഗ്രാമപഞ്ചായത്ത് അംഗം നടരാജപിള്ള ഫ്ലാഗ് ഓഫ് ചെയ്തു. ഹെഡ്മിസ്റ്റർ സിസ്റ്റർ തെരേസ് ജോസ് പരിപാടികൾക്ക് മേൽനോട്ടം വഹിച്ചു. 100ഓളം വിദ്യാർത്ഥികളാണ് കായിക പ്രകടനങ്ങളിൽ പങ്കാളികളായത്. അധ്യാപകരും കുട്ടികളും വാശിയോടെ മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്കൂൾ കായികമേള ആവേശകരമായിരുന്നു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഇടുക്കി ജില്ലാ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായി ബോധവൽക്കരണ ക്ലാസ് നടത്തപ്പെട്ടു. നെടുങ്കണ്ടം ജനമൈത്രി കൗൺസിലിംഗ് സെന്ററിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഇന്ദിര CK ക്ലാസ് നയിച്ചു. ജനമൈത്രി ബീറ്റ് ഓഫീസർ ആയ അജിത് കൃഷ്ണൻ ക്ലാസിന് നേതൃത്വം നൽകി. ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ജില്ലയിലെ വിദ്യാലയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തിവരികയാണ്. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 10,240 രൂപ, പവന് 81,920 രൂപ, വെള്ളി ഗ്രാമിന് 120 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മൂന്നാർ ദേവികുളത്ത് വീട്ടുമുറ്റത്ത് അതിഥിയായി നീലക്കുറിഞ്ഞി വിരുന്നെത്തി.
ബൈസൺ വാലി ടീ കമ്പനിക്ക് സമീപമുള്ള പാലത്തിന്റെ തകർന്ന കൈവരികൾ പുനർനിർമ്മിക്കണമെന്ന ആവശ്യം. ടീ കമ്പനി മൃഗാശുപത്രിക്ക് സമീപമുള്ള പാലത്തിന്റെ കൈവരികളാണ് തകർന്ന നിലയിലുള്ളത്. മറയൂർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ റോഡരികിൽ യാത്രക്കാരിൽ ഭീതിയുണർത്തി ഒറ്റയാന്റെ സാന്നിധ്യം പതിവായി. റോഡിലിറങ്ങുന്ന കാട്ടാന പലപ്പോഴും വാഹനയാത്രികർക്ക് നേരെ പരാക്രമം കാണിക്കുന്നു. മനസ്സമ്മത ചടങ്ങിനിടെ വധുവിന്റെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളും പണവും മോഷണം പോയതായി പരാതി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.